പൊതുഭരണ സംവിധാനത്തിന്റെ നട്ടെല്ലാണ് 5.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാരും അത്ര തന്നെ വരുന്ന പെൻഷൻകാരും. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവരുടെ സാമ്പത്തിക അവകാശങ്ങൾ സംബന്ധിച്ച തർക്കങ്ങൾ തെരുവിലേക്കും കോടതിയിലേക്കും നീങ്ങിയിരിക്കുകയാണ്. DA കുടിശ്ശിക ലഭിക്കാത്തതും പെൻഷൻ പരിഷ്കരണത്തിലെ അവ്യക്തതയും ജീവനക്കാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഈ തർക്കത്തിലെ ഏറ്റവും വിവാദപരമായ വശം സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ്. DA എന്നത് ജീവനക്കാരുടെ നിയമപരമായ അവകാശമല്ലെന്നും അത് സർക്കാരിന്റെ ഭരണപരമായ തീരുമാനമാണെന്നുമാണ് ധനവകുപ്പ് കോടതിയെ അറിയിച്ചത്. ഇത് ജീവനക്കാരുടെ സംഘടനകളെ ഒന്നടങ്കം ചൊടിപ്പിച്ചിരിക്കുകയാണ്. വിലക്കയറ്റം മൂലം ജീവനക്കാരുടെ വരുമാനത്തിലുണ്ടാകുന്ന മൂല്യശോഷണം പരിഹരിക്കാനാണ് ക്ഷാമബത്ത് നൽകുന്നത്. ഇത് ഭരണഘടനാപരമായ അവകാശമാണെന്ന് വിവിധ കോടതി വിധികൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഇതിനെ ഒരു ഔദാര്യം എന്ന നിലയിലേക്ക് ചുരുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇടത് വലത് സംഘടനകൾ ഒരുപോലെ ഈ നിലപാടിനെ എതിർക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ ഉറപ്പിന് വിരുദ്ധമാണ് കോടതിയിൽ ഉദ്യോഗസ്ഥർ നൽകിയ സത്യവാങ്മൂലം എന്ന ആരോപണവും ശക്തമാണ്. DAയുടെ ശതമാനം സംബന്ധിച്ച് സർക്കാരും സംഘടനകളും രണ്ട് തട്ടിലാണ്. 9% DA മാത്രമാണ് കുടിശ്ശികയുള്ളത് എന്നാണ് സർക്കാർ വാദം. ഇത് നൽകണമെങ്കിൽ ഏകദേശം 25,000 കോടി രൂപ വേണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. 1% DA കൂട്ടുമ്പോൾ പ്രതിമാസം 60 കോടി രൂപയുടെ അധിക ബാധ്യത വരും. നിലവിൽ കുടിശ്ശിക 13% പ്രതിപക്ഷ സംഘടനകൾ വാദിക്കുന്നുമുണ്ട്. 2024 ജൂലൈക്ക് ശേഷം ലഭിക്കേണ്ട ഗഡുക്കളും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പുതിയ DAയും ചേർക്കുമ്പോൾ കുടിശ്ശിക വീണ്ടും കൂടുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശമ്പള പരിഷ്കരണം കേരളത്തിൽ 5 വർഷത്തിൽ ഒരിക്കലാണ് നടക്കാറുള്ളത്. കഴിഞ്ഞ പരിഷ്കരണം 2019 അതിനനുസരിച്ച് 2024 ജൂലൈ 1 മുതൽ പുതിയ ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരേണ്ടതുമാണ്. സാധാരണഗതിയിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ നിലവിലെ DA അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുകയാണ് പതിവ്. ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെ വ്യക്തമായ തീരുമാനം എടുത്തിട്ടില്ല. DA കുടിശ്ശിക തീർക്കാതെ പുതിയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത് സാങ്കേതികമായും സാമ്പത്തികമായും വലിയ വെല്ലുവിളിയാകും. 2013 ശേഷം സർവീസിൽ പ്രവേശിച്ചവർക്ക് ബാധകമായ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്നത് LDFന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. ഇതിന് പകരമായി ഉറപ്പായ പെൻഷൻ നടപ്പിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അതിന്റെ രൂപരേഖ ഇനിയും വ്യക്തമല്ല. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന മാതൃകകൾ കേരളവും പരിഗണിക്കുന്നുണ്ട്. എങ്കിലും ജീവനക്കാരുടെ വിഹിതം കൃത്യമായി അടയ്ക്കുന്നില്ലെന്ന ആരോപണവും ഇതിനിടയിലുണ്ട്. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക ഞെരുക്കമാണ് ആനുകൂല്യങ്ങൾ വൈകാനുള്ള പ്രധാന കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും GST നഷ്ടപരിഹാരം അവസാനിപ്പിച്ചതും തിരിച്ചടിയായെന്ന് ധനമന്ത്രി പറയുന്നുമുണ്ട്. കേന്ദ്രം നൽകാനുള്ള വലിയ തുക ലഭിച്ചാൽ മാത്രമേ DA കുടിശ്ശിക തീർക്കാനാവൂ എന്നാണ് സർക്കാർ നിലപാട്. കടമെടുപ്പ് പരിധി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. ഈ കേസിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി അനുകൂലമായാൽ മാത്രമേ സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള പണം കണ്ടെത്താനാവൂ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ ജീവനക്കാരുടെ സംഘടനകൾ നടത്തുന്ന സമരം മാസങ്ങളായി തുടരുകയാണ്. DA കുടിശ്ശിക ഓരോ ജീവനക്കാരനും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ശമ്പളം പോലും കൃത്യമായി ലഭിക്കുമോ എന്ന ഭയം പല ജീവനക്കാരിലും നിലനിൽക്കുന്നുമുണ്ട്. ഇത് ഭരണ സംവിധാനത്തിന്റെ കാര്യക്ഷമതയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് സംസ്ഥാനത്തെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കും. കാരണം വിപണിയിലെ പണമിടപാടിൽ വലിയൊരു പങ്ക് സർക്കാർ ജീവനക്കാരുടെ വരുമാനമാണ്. സർക്കാരും സംഘടനകളും തമ്മിലുള്ള ഈ വടംവലിക്ക് എത്രയും വേഗം ഒരു ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട്. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതോടെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കണം. DA എന്നത് ഒരു ജീവനക്കാരന്റെ സേവനത്തിനുള്ള പ്രതിഫലവും അവകാശവുമാണെന്ന തിരിച്ചറിവ് ഭരണകൂടത്തിന് ഉണ്ടാകേണ്ടത് ജനാധിപത്യപരമായ ഭരണത്തിന് അത്യാവശ്യമാണ്.